നിങ്ങൾക്ക് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 67-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിക്കാൻ പെട്ടെന്ന് വായിക്കണേ. 67. യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? ശിമോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നിത്യജീവന്റെ എന്താണുള്ളത്? വാക്കുകൾ, വചനങ്ങൾ. വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീ പറഞ്ഞ വാക്കുകൾ അത് വേറെ ആരും പറഞ്ഞിട്ടില്ല. പലരും പ്രവാചകന്മാരുണ്ടായാലും ഇത്ര ഡീറ്റെയിൽസ് ആയിട്ട് ആരും പറഞ്ഞിട്ടില്ല. ഇത്ര ഡീറ്റെയിലായി. അപ്പോൾ എന്താണ്? അപ്പോൾ നിന്റെ അടുത്താണ് അതുള്ളത്. ഈ വചനങ്ങളുള്ളത് നിന്റെ അടുത്താണ്. തുറന്നു വായിക്കുമ്പം, നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ, നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. യേശു അവരോട് പറഞ്ഞു, ഓക്കെ, നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ, ഞങ്ങൾ ഇത് വിശ്വസിക്കുക, അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല. ഞാൻ ചോദിക്കുന്നത് ഇതാണ്, എൻ്റെ ചോദ്യം ഇതാണ്, നിത്യജീവന്റെ വചനങ്ങൾ എന്ന് പറയുന്നത് ഏതാ? എന്താണ് നിത്യജീവന്റെ വചനങ്ങൾ? വിശ്വസിക്കണമല്ലോ. ചിലവർക്ക് ഈ പ്രവൃത്തി, ഇപ്പം ഡെസ്റ്റിൻ ബ്രദറിൻ്റെയൊക്കെ ഈ യൂട്യൂബ് കണ്ടപ്പോൾ അതിൽ വിശ്വസിച്ചാൽ മതി, പ്രവൃത്തി വേണ്ടെന്നൊക്കെ പറയുന്ന ഒരു കൾട്ടിനെ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ അങ്ങനെ അത് ഒരു ഈ ഗ്രേസ് മിനിസ്ട്രി ആൾക്കാരുടെ ഒരു ഇതാണ്. അത് ഇപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് തുടങ്ങിയ ഒരു മിനിസ്ട്രിയാണ് ഗ്രേസ് മിനിസ്ട്രി. എന്ന് വെച്ചാൽ കൃപയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്നെ യഹൂദന്മാരെയും വിജാതിയരെയും രണ്ടാക്കി മാറ്റും. എന്നിട്ട് പൗലോസിനെ മാത്രം നമ്മൾ ഫോളോ അപ്പ് ചെയ്താൽ മതി, ബാക്കിയുള്ളവരാരും നമ്മുടെ അപ്പോസ്തലന്മാരല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കേട്ട് കഴിഞ്ഞാൽ രസമാണ്. അതാണ്. പക്ഷെ അറിവില്ലാത്ത ആൾക്കാർക്ക് അത് ശരിയാണെന്ന് തോന്നുന്നു. കാരണം ഇവർ ഈ വചനത്തിൽ നിന്നൊക്കെ അങ്ങനെ ഒരു ഗ്രേസ് മിനിസ്ട്രി ആൾക്കാരെല്ലാം ഇങ്ങനെയാണ് അവർ. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കണം. ഇവർ അങ്ങനെ കുറേ മിനിസ്ട്രി, അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, വളരെ ശ്രദ്ധിക്കണം. ഇവർ പറയുന്നത് പ്രവൃത്തി വേണ്ട. ശരി, ഈ ഗ്രേസിൻ്റെ അകത്ത് അങ്ങനെ ഉണ്ട്, പ്രവൃത്തി കൂടാതെയാണ്, ഗ്രേസിലാണ് നമ്മൾ കൃപയാലാണ് നമ്മൾ രക്ഷപ്പെട്ടത്. പക്ഷെ ആ വചനത്തെ വെച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങളെ ഇവർ ഒഴിവാക്കും. എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ അന്ത്യത്താഴം വേണ്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങളിൽ നിന്ന് ഇവരെ ജനത്തെ ഒഴിവാക്കാൻ ഇവർ ശ്രമിക്കും. ഇവർ പണ്ട് ശ്രമിച്ചിട്ടുണ്ട്, വളരെ ബുദ്ധിപൂർവ്വമായിട്ട് അത് അവർ ശ്രദ്ധിക്കും. പക്ഷേ വചനം അറിയാവുന്ന ഒരാളെ പോലും അല്പം പോലും മാറ്റാൻ ഇവർക്ക് പറ്റത്തില്ല. എൻ്റെ ചോദ്യം ഇതാണ്, നിത്യജീവൻ്റെ വചനം എന്ന് പറയുന്നത് എന്താണ്? നമുക്കത് വിശ്വസിക്കണമല്ലോ. എനിക്ക് വിശ്വസിക്കണം, എനിക്ക് ക്രിസ്തുവിൻ്റെ കൂടെ പോകണം. അപ്പോൾ എനിക്ക് വിശ്വസിക്കണമെങ്കിൽ ഞാൻ എന്താ വിശ്വസിക്കേണ്ടത്? നിത്യജീവൻ്റെ വചനം വിശ്വസിക്കണം. അതേതാ? എന്ത് വചനം അത്? നിത്യജീവൻ്റെ വചനം യേശുവിലാണ് ഉള്ളത്. ആ യേശുവിലുണ്ട്. ഈ പത്രോസ് അത് കേൾക്കുകയും കേട്ടു. അപ്പോൾ ആ വചനം ഏതാ? അതാണ് പത്രോസ് വിശ്വസിച്ചത്. യേശു പറഞ്ഞ വചനമാണ് പത്രോസ് വിശ്വസിച്ചത്. അപ്പോൾ ആ വചനം ഏതാ? അതും പ്രത്യേകിച്ച് പത്രോസ് എടുത്തു പറയുന്നുണ്ട് അത് നിത്യജീവൻ്റെ വചനങ്ങളാണെന്ന്. ആ വചനം ഏതാ? നിത്യജീവൻ്റെ വചനം ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അന്ത്യത്താഴം വേണോ വേണ്ട എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനം എടുക്കാനായിട്ട് പറ്റും. അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ 55 പറയുന്നുണ്ട്, എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. പിന്നെ എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അല്ലാതെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ജീസസ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ച് ചെയ്യണം. ഹല്ലേലൂയ. അതിനെയാണ് യേശു പറഞ്ഞത് നമ്മൾ അനുസരിക്കുക എന്ന് പറയുന്നത്. അതാണ് അനുസരിക്കുക എന്ന് പറയുന്ന വാക്കിനർത്ഥം ചെയ്യുക എന്നുള്ള വാക്കാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് നിത്യജീവൻ്റെ വചനം. 58 സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം ഇതാകുന്നു, നിങ്ങളുടെ പിതാക്കന്മാരും മരിക്കുകയും എന്നാൽ ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. അതാണ് നിത്യജീവൻ. പറഞ്ഞു വായിച്ചോ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അല്ലേ? 53. സത്യമായി നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. അപ്പൊ വിശ്വസിച്ചിട്ട് കാര്യമൊന്നുമില്ല. വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ല. മറിച്ച് എന്താണ്? നിത്യജീവന്റെ വചനങ്ങളെ വിശ്വസിക്കണം. ആ വചനം ഇതാണ്. അല്ലാതെ യേശു വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പിശാചുക്കളും വിശ്വസിക്കുന്നുണ്ട്. യേശു ദൈവപുത്രനാണെന്നും യേശു പിന്നെ ക്രിസ്തുവിൻ്റെ മിശികയാണ്, ക്രിസ്തുവാണ്, മിശികയാണ്. ഇതെല്ലാം ആര് വിശ്വസിക്കുന്നുണ്ട്? ഉഗ്രം പിശാചുകൾ വിശ്വസിക്കുന്നുണ്ട്. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ട് ആ വിശ്വാസം മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ പിശാചുക്കളുടെ മിനിസ്ട്രിയിലാണ്. എന്നാൽ
യേശുവിൻ്റെ മിനിസ്ട്രിയിൽ, നിത്യജീവൻ്റെ മിനിസ്ട്രിയിൽ വരണമെങ്കിൽ പത്രോസ് പറഞ്ഞ പോലെ നിത്യജീവൻ്റെ വചസ്സുകൾ നമ്മൾ വിശ്വസിക്കണം. ആ വചസ്സുകളാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. ഇത് വിശ്വസിക്കുന്നവനെ ജീവനുള്ളൂ. ഇപ്പം ക്ലിയറായി, ഒരുപാട് ഇട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല, ഇതിൽ തന്നെ എല്ലാം ഉണ്ട് അല്ലേ? കറക്റ്റായില്ലേ? ഇനി അതിൽ കിടന്ന് ഒരുപാട് ഇനി നിങ്ങളങ്ങ് നോക്കിയാൽ മതി. നിത്യജീവൻ്റെ വചസ്സുകൾ എന്താണെന്ന് നിങ്ങളങ്ങ് അന്വേഷിച്ചാൽ മതി. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. ഹല്ലേലൂയ. അതാണ്, അവനെ മാത്രമേ ഞാൻ ഉയർപ്പിക്കൂ. അല്ലാതെ ഈ ഗ്രേസ് മിനിസ്ട്രിക്കാർ അവരുടെ കയ്യിൽ നിന്നിട്ട് കളിക്കാറുണ്ട്. ഇതൊക്കെ യേശു അന്നത്തെ സാഹചര്യത്തിൽ യഹൂദന്മാർ വിട്ട് പിരിയാൻ വേണ്ടി പറഞ്ഞ ഒരടവാണ് എന്ന് വരെ പറയുന്ന വില്ലന്മാരുണ്ട്. അതാണ് രസം. അത്രയും കോമഡിമാരാണ് ഇവരെ, ഭയങ്കര രസമാണ് ഇവരെ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കൾട്ടിലൊന്നും ചെന്ന് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറയാം, ഒന്നാതെ പിതാക്കന്മാർ കുറേ കൾട്ടി വീണതാണ് ഇപ്പോൾ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഈ പാരമ്പര്യം, നമ്മുടെ വിശ്വാസ പാരമ്പര്യം ഉണ്ടല്ലോ, ആ പാരമ്പര്യത്തിൽ നിന്ന് വഴിമാറി പോകുന്ന പുതിയൊരു കൾട്ടിലും കൂടെ ചെന്ന് ചാടി അടുത്ത കോടാലിയും കൂടെ ഒപ്പിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ നിത്യജീവൻ്റെ യേശു പറഞ്ഞ വചസ്സുകൾ പ്ലീസ് എല്ലാവരും അടുത്ത ഞായറാഴ്ചയ്ക്ക് മുമ്പ് ഈ നിത്യജീവൻ്റെ വചസ്സുകൾ എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ.